നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മെസ്സി വേഴ്സസ് CR7 കേട്ട് മടുത്ത കാര്യമായിരിക്കും നിങ്ങൾക്കത്. അത് കളിക്കളത്തിലെ കമ്പാരിസൺ. പക്ഷേ അതിനപ്പുറത്തേക്ക് രണ്ട് ബ്രാൻഡുകൾ എന്ന നിലയിൽ ഇവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ബിസിനസ് വേൾഡിൽ. സ്റ്റോക്ക്ഡോ ഇതിൻ്റെ കൃത്യമായ ചില കണക്കുകൾ പുറത്തു വിടുന്നുണ്ട്. അത് പലരുടെയും കണ്ണ് തുറപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടായാൽ മാത്രം പോരാ. ടാലൻ്റ് ഗെറ്റ്സ് യു ഫെയിം, പക്ഷേ സ്ട്രാറ്റജിയാണ് നിങ്ങളുടെ ഫോർച്യൂൺ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിലൊരാൾ $1 ബില്യൺ ബ്രാൻഡ് എംപയർ ഉണ്ടാക്കി കഴിഞ്ഞു. മറ്റേയാളോ അയാളുടെ ലെഗസി, ലോയൽറ്റി, ലോഗവിറ്റി ഒക്കെ മാസീവ് വെൽത്താക്കി മാറ്റിക്കഴിഞ്ഞു. സോ ഒന്നിനൊന്ന് മികച്ച രൂപത്തിലാണ് അവർ പണം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ കൃത്യമാണ്. 2025 അവരുടെ കണക്കുകൾ എടുത്ത് നമ്മൾ നോക്കിയാൽ ഇതാരാണ് ബെറ്റർ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതല്ല, മറിച്ച് ആരാണ് ഏറ്റവും വലിയ രൂപത്തിൽ ബ്രാൻഡായിട്ട് മാറിയത്. അവരുടെ കളിക്കളത്തിലെ സക്സസ് ഈ രൂപത്തിൽ സാമ്പത്തികമായിട്ടും ബിസിനസ് വേൾഡിലും ലോകത്തൊരു ഐക്കണുമായിട്ട് മാറാൻ അവരെങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള നേർചിത്രമാണ് സ്റ്റോക്ക്ഡോ നൽകുന്നത്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. രണ്ടുപേരുടെയും നെറ്റ് വർത്ത് എടുത്താൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നെറ്റ് വർത്ത് കണക്കാക്കിയിരിക്കുന്നത് $1.2 ബില്യൺ. ലയണൽ മെസ്സിയുടെ നെറ്റ് വർത്ത് കണക്കാക്കിയിരിക്കുന്നത് $850 മില്യൺ. അതായത് CR7 1.2 ബില്യൺ ആണെങ്കിൽ മെസ്സിയുടേത് 850 മില്യൺ ആണ്. ഹയസ്റ്റ് പെയ്ഡ് റാങ്ക് എടുത്ത് നോക്കിയാൽ ഫോബ്സ് കൊടുത്തത് ഏറ്റവും അധികം പേയ്മെൻറ്റ് ലഭിക്കുന്ന താരം, ഫോബ്സിൻ്റെ കണക്ക് നമ്മൾ കണ്ടിരുന്നല്ലോ, അതാണ് ഇവിടെ സ്റ്റോക്ക്ഡോ എടുത്ത് ഉദ്ധരിക്കുന്നത്. ഫസ്റ്റാണ് ഗ്ലോബലി ക്രിസ്ത്യാനോ, 5th ഗ്ലോബലി ലയണൽ മെസ്സി. അത് അത്ലറ്റ്സിൻ്റെ മൊത്തം കണക്കാണ് അന്ന് എടുത്തിരുന്നത്. പിന്നെ എൻഡോഴ്സ്മെൻറ്റ് ഫീസ് നോക്കിയാൽ ക്രിസ്ത്യാനോ $50 മില്യൺ ആണെങ്കിൽ ലയണൽ മെസ്സി $75 മില്യൺ. ടോട്ടൽ ഏണിങ്സ് 2025 മാത്രം എടുത്താൽ ക്രിസ്ത്യാനോ $275 മില്യൺ, ലയണൽ മെസ്സി $135 മില്യൺ. ഗോൾ സ്കോർഡ് നമുക്കറിയാമല്ലോ. 950 ഗോളുകളുമായിട്ട് ക്രിസ്ത്യാനോയും 900 അടുത്ത് ലയണൽ മെസ്സി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അതാണ് കളിക്കളത്തിലെ കണക്കെങ്കിൽ പ്രധാനമായും ഏതൊക്കെ ബ്രാൻഡുകളെയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത്. മെസ്സി അഡിഡാസ്, പെപ്സി, ആപ്പിൾ, മാസ്റ്റർ കാർഡ്, മറുഭാഗത്ത് നൈക്കി, അതുപോലെ തന്നെ ഹെബ് ലൈഫ്, അതുപോലെ തന്നെ ബിനാൻസ് എന്ന് പറയുന്ന ഫൈനാൻസ് സ്ഥാപനം. ഇതിലൊക്കെ നമുക്കറിയാം ക്രിസ്ത്യാനോയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ്. പിന്നെ പെർ പോസ്റ്റ് ഫീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെസ്സിക്ക് ലഭിക്കുന്നത് $2.5 മില്യൺ, ക്രിസ്ത്യാനോക്ക് $3.2 മില്യൺ സ്റ്റോക്ക്ഡോ കണക്കാക്കുന്നത്. സ്വന്തം ബ്രാൻഡുകൾ നോക്കുകയാണെങ്കിൽ CR7 എന്തെല്ലാം ബിസിനസ് പരിപാടികളുണ്ട്. CR7 ഹോട്ടൽസ്, ക്ലോത്തിങ്സ്, ജിംസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മറുഭാഗത്ത് ലിയോ മെസ്സി ആണെങ്കിൽ അതേപോലെ തന്നെ MIM ഹോട്ടൽസും മറ്റ് ചില ഡ്രിങ്ക്സും, പിന്നെ ഇൻ്റർ മയാമി തന്നെ അദ്ദേഹത്തിന് സ്റ്റേക്ക് ഉണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത്. അതെല്ലാം കൂടി നോക്കുമ്പോൾ രണ്ടുപേരും അവരുടേതായിട്ടുള്ള ബ്രാൻഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഐക്കണുകളായിട്ട് അവർ ഫുട്ബോൾ ലോകത്ത് കളി കഴിഞ്ഞാലും, ഫുട്ബോൾ കളി നിർത്തിയാലും അവരിവിടെ ഐക്കണുകളായിട്ട് വിരാജിക്കും. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.